ഇക്കഴിഞ്ഞ 2 വർഷ കാലയളവിനുള്ളിൽ കള്ളക്കേസിൽപ്പെടുത്തിയും ചില സത്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താനുമായി 3 തവണയാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തത്. ഓരോ അറസ്റ്റ് നടന്നപ്പോഴും അതിനെ സ്വാഗതം ചെയ്യാനും അറസ്റ്റ് വൈകിയപ്പോൾ അറസ്റ്റിനു വേണ്ടി മുറവിളി കൂട്ടാനും അന്തിച്ചർച്ച നടത്തി തീർത്തു കളയാനും ഇടത് വലത് രാഷ്ട്രീയക്കാരും കുറച്ച് മാധ്യമങ്ങളും കുറച്ച് സ്വയം പ്രഖ്യാപിത സാംസ്കാരിക നേതാക്കളും ഉണ്ടായിരുന്നു എന്ന കാര്യം എല്ലാവരും കണ്ടതാണ്. അദ്ദേഹം ഇപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഇക്കഴിഞ്ഞ 2 വർഷ കാലയളവിൽ കള്ളക്കേസിൽപ്പെടുത്തിയും ചില സത്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താനുമായി എന്നെ 3 തവണയാണ് അറസ്റ്റ് ചെയ്തത്. ഓരോ അറസ്റ്റ് നടന്നപ്പോഴും അതിനെ സ്വാഗതം ചെയ്യാനും അറസ്റ്റ് വൈകിയപ്പോൾ അറസ്റ്റിനു വേണ്ടി മുറവിളി കൂട്ടാനും അന്തിച്ചർച്ച നടത്തി തീർത്തു കളയാനും ഇടത് വലത് രാഷ്ട്രീയക്കാരും കുറച്ച് മാധ്യമങ്ങളും കുറച്ച് സ്വയം പ്രഖ്യാപിത സാംസ്കാരിക നേതാക്കളും ഉണ്ടായിരുന്നു. കല്ലറങ്ങാട്ട് പിതാവിനെതിരെ കൊലവിളി നടത്താനും ഇവരെല്ലാം മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ SDPI ദേശീയ നേതാവിനെ കള്ളപ്പണ കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവരെ ആരെയും മഷിയിട്ട് നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. ജിഹാദിനു വേണ്ടി നിലകൊള്ളുന്നതെന്ന പ്രഖ്യാപിത ലക്ഷ്യമുള്ള ദേശദ്രോഹ പ്രവർത്തനം നടത്തിയ ആളെ അറസ്റ്റ് ചെയ്തതിനെ സ്വാഗതം ചെയ്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പോലും കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയക്കാർക്ക് മടി. വഖഫ് ഭേദഗതിക്ക് എതിരെ പ്രമേയം പാസാക്കിയവർ മലയാളി പെൺകുട്ടി ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മടിച്ചവർ, ഹമാസിനെ വെള്ളപൂശുന്നവർ, ഇവരിൽ നിന്നൊക്കെ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നറിയാം. എന്നാലും കേരളത്തിലെ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, കേരള കോൺഗ്രസ്, ലീഗ് നേതാക്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് പരസ്യമായി ഫൈസിയുടെ അറസ്റ്റിനെ സ്വാഗതം ചെയ്യുവാൻ തന്റെ ഇടമുണ്ടോ? ഞാൻ പരസ്യമായി SDPI കൊടി പിടിക്കുകയും അവരുടെ ലക്ഷ്യം മനസ്സിലാക്കിയപ്പോൾ തന്റെ ഇടത്തോടെ പരസ്യമായി അവരെ തള്ളി പറഞ്ഞിട്ടുമുണ്ട്. എത്ര രാഷ്ട്രീയക്കാർ ആ തന്റെ ഇടം കാണിക്കൂ എന്നറിയാൻ ആഗ്രഹമുണ്ട് എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്.